ഫാർമാസ്പിരിറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CISF ഫാർമസിസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു പ്രോസസ്സാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് പേയ്മെന്റ്. അപ്പോൾ ഈ മൊത്തം പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ ഇതുപോലെ CISFRECTT.CISF.gov.in ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉടനെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു ലിങ്കാണിത്. വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള ലിങ്കാണിത്. ന്യൂ രജിസ്ട്രേഷൻ. അവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇതുപോലെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോം വരും. നിങ്ങളുടെ നെയിം കൊടുക്കുക. നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അവിടെ മിസ്റ്റർന്നോ മിസ്സിസ്ന്നോ ശ്രീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. SLC സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു നെയിമും നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ വേറൊരു നെയിമാണെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. വെരിഫൈ നെയിം. നിങ്ങളുടെ നെയിം വെരിഫൈ ചെയ്യുക. ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫാദേഴ്സ് നെയിം, അതും SLC സർട്ടിഫിക്കറ്റിൽ അതേപോലെ തന്നെ യൂസ് ചെയ്യുക. വെരിഫൈ ചെയ്യുക. മദേഴ്സ് നെയിമും SLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ ഇൻ്റർഫേസ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇയർ, മന്ത്, ഡേറ്റ് എല്ലാം വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ലാസ്റ്റ് ക്യാപ്ച അടിക്കുക. ഈ ക്യാപ്ച അടിച്ച് നിങ്ങളുടെ ഈ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. മേലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും. താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഇമെയിൽ ID നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ID വേണം കൊടുക്കാൻ. കാരണം ആക്സസ് ഇല്ലാതിരിക്കുന്ന ഒരു ഇമെയിൽ ID ഒരിക്കലും കൊടുക്കരുത്. നിങ്ങളുടെ ഫർദർ ഇൻറ്റിമേഷൻ എല്ലാം ഈ ഇമെയിൽ ID വഴിയായിരിക്കും. പിന്നെ ഡിക്ലറേഷൻ വായിച്ചു വയ്ക്കുക. കാരണം നിങ്ങൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആണെന്ന് പറയുന്ന ഡിക്ലറേഷനാണ്. അത് അഗ്രി കൊടുക്കുക. പിന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബോത്ത് ഇമെയിൽ ID വഴിയും മൊബൈലിൽ SMS ആയിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ലഭിച്ചിട്ടുണ്ടാവും. അതുവഴി നിങ്ങൾ പഴയ പോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ഓപ്ഷൻ കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അടുത്തത് നമ്മൾ ഒരു ഡയലോഗ് ബോക്സ് കാണും. അത് നോട്ടീസ് ഫോർ കാൻഡിഡേറ്റ്സ് ആണ്. ജൂലൈ 7 മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ജൂലൈ 7 ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ അതിനുശേഷം നമ്മൾ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും. ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അവിടെ ഫോട്ടോഗ്രാഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഏറ്റവും പുതിയതായിട്ട് എടുത്തൊരു ഫോട്ടോഗ്രാഫ് വേണം. ആ ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ അത് എടുത്ത ഡേറ്റ് ജൂൺ 8 ശേഷമുള്ള ഒരു ഡേറ്റ് ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ സൈസ് വരേണ്ടത് 20 KB to 50 KB ഇടയിലാണ് വരേണ്ടത്. പിന്നെ അതിൻ്റെ സൈസ് 3.5 cm to 4.5 cm അങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ സിഗ്നേച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ അത് വരുന്നത് 10 KB 20 KB ഇടയിലാണ് വരേണ്ടത്. സിഗ്നേച്ചറിൻ്റെ സൈസ് 10 KB 20 KB ഇടയിലാണ് വരുന്നത്. അതുകൂടാതെ പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യവും ഒക്കെ ഈ ഒരു ഡയലോഗ് ബോക്സിൽ പറയുന്നുണ്ട്. എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ വരിക ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അതിൽ ASI ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് കുറച്ചും കൂടി ഡയലോഗ് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്താണ്, കറണ്ട് അഡ്രസ്സ് എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആണ്. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള പ്രിവ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ പ്രിവ്യൂ എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. കാരണം ഒരിക്കലും കൊടുത്താൽ പിന്നെ ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നോക്കിയിട്ട് പ്രിവ്യൂ ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക.
ഈ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്റ്റെപ്പാണ് വരുന്നത്. ഇവിടെ നമ്മുടെ SLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് 3 അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ ഇതും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇതിൽ SLC സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും 3ഉം PDF ഡോക്യുമെന്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും മാക്സിമം സൈസ് 1 MB പാടുള്ളൂ. ഈ ഒരു സ്പെസിഫിക്കേഷനിൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ 20 KB to 50 KBന്റെ ഇടയിലാണ് വരേണ്ടത്. അത് JPG ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ 10 to 20 KBന്റെ ഇടയിലാണ് വരേണ്ടത്. അതും JPG ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളൊരു പേയ്മെൻറ്റ് ഇൻ്റർഫേസിലേക്ക് എത്തും. പേയ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്, പ്രൊസീഡ് ടു പേ 100 rupees. 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാൻ നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫീയുടെ ലിങ്കിൽ ഞെക്കിയ ശേഷം നിങ്ങൾ SBIൻ്റെ ഒരു പോർട്ടലിലേക്കാണ് ഡയറക്റ്റ് ആവുക. SBI പോർട്ടലിൽ നോക്കാം. ഇതവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഏത് വേണമെങ്കിലും കൊടുക്കാം. എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഹാസിൽ ഫ്രീ ആയിട്ടുള്ളതും UPI ആണ്. UPI കൊടുക്കാം. UPI കൊടുക്കുമ്പോൾ ചാർജസ് ഇല്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ തന്നെയാണോ നോക്കുക, നമ്മുടെ പേര്, നമ്മുടെ റെഫറൻസ് നമ്പർ എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇവിടെ കൺഫേം നമ്മൾ കൊടുത്തു. കൺഫേം കൊടുത്തതിന് ശേഷം നമ്മുടെ UPI ആപ്പ് തുറക്കുക. UPI ആപ്പ് തുറന്നിട്ട് അതിലേക്ക് ഓൾറെഡി ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 100 rupees വരുന്നുണ്ടോ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല ഒരു UPI ആപ്പിൽ പ്രോംപ്റ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ പഴയ വെബ്സൈറ്റിലേക്ക് തന്നെ എത്തും. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി പറഞ്ഞിട്ട് വരും. ഇതിപ്പോൾ ഞാൻ റിഫ്രഷ് അടിച്ചുകൊണ്ട് ഇവിടെ ഫെയിലിയർ എന്നാണ് വന്നത്. എന്താ റിഫ്രഷ് അടിച്ചുകൊണ്ട് ഇവിടെ ഫെയിലിയർ എന്ന് വന്നു. അപ്പോൾ അതിന് നിൽക്കാതെ റിഫ്രഷ് ഒന്നും കൊടുക്കണ്ട. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അടച്ചാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പഴയ വെബ്സൈറ്റിലേക്ക് തന്നെ എത്തും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.